ഇതിപ്പോ താങ്കൾ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത്? എനിക്കൊരു കുറ്റപത്രം തരികയാണോ? എന്തോ എങ്ങനെ ഞാൻ എന്നെ കാണാൻ വന്ന മാധ്യമങ്ങളോട് ഞാൻ ഇന്ററാക്ട് ചെയ്യും. ഒരിക്കലും അവിടെ അല്ല. എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയും. എനിക്ക് അതിർവരമ്പുകൾ സൃഷ്ടിക്കാനായിട്ട് ആരും ശ്രമിക്കണ്ട. അതിന് സാധിക്കില്ല. എന്നെ സൃഷ്ടിച്ചവർക്ക് പോലും സാധിച്ചിട്ടില്ല. പിന്നെയാണോ ഒരു മാധ്യമം എനിക്ക് അതിർവരമ്പ് സൃഷ്ടിക്കുന്നത്? സൃഷ്ടിച്ചു എന്നല്ല. എനിക്ക് എന്റെ ചോദ്യം അങ്ങനെയായിരുന്നില്ല. അങ്ങ് തെറ്റിദ്ധരിച്ചാണ് ശ്രീ അല്ല, ആരെയും ഞാൻ അതിന് അനുവദിക്കില്ല. എനിക്കിത്രയേ ഉള്ളൂ. താങ്കളുടെ ചോദ്യം എന്താണ്? എന്റെ സസ്പെൻഷനെ സംബന്ധിച്ചാണോ ചോദിക്കുന്നത്? അത് ഞാനും ഗവൺമെന്റും തമ്മിലുള്ളൊരു വിഷയമാണ്. ഞാൻ സർവീസ് ചട്ടം ലംഘിച്ചിട്ടുണ്ടാവാം, ലംഘിച്ചിട്ടില്ലായിരിക്കാം. അതിന്റെ സമാധാനം ഞാൻ അവിടെ ബോധിപ്പിച്ചോളാം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി താങ്കൾക്ക് എന്തെങ്കിലും കൂടുതൽ അതാണ് ഞാൻ അറിയാനുണ്ടെങ്കിൽ ചോദിച്ചത്. അത് പറയാൻ സർക്കാരുമായി എനിക്ക് ബന്ധപ്പെട്ട് താല്പര്യമുണ്ട്. എന്നെ ചട്ടം അങ്ങ് ഞാനിവിടെ നിന്ന് ചട്ടം ഒന്നും പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പാച്ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അതൊക്കെ ഞാൻ എനിക്ക് അങ്ങേ നന്നായിട്ട് ചട്ടം അറിയാം. പഠിപ്പിക്കാനും ഉദ്ദേശിക്കുന്നില്ല ശ്രീ ചട്ടം എപ്പോൾ പാലിക്കണമെന്നും ഞാൻ അങ്ങേ എപ്പോഴത് ചട്ടം മറികടക്കണമെന്നും പഠിപ്പിക്കാനും ഉദ്ദേശിക്കുന്നില്ല. എനിക്കറിയില്ല അങ്ങ് എപ്പോൾ എന്തുകൊണ്ടാണ് പാലിക്കണമെന്നും എപ്പോൾ ഒരു മറികടക്കണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. രോഷപ്രകടനത്തോടെ അങ്ങ് ഒരു രോഷപ്രകടനത്തോടെ തുടങ്ങിയത് എന്താണെന്ന് ഞാൻ അത്ഭുതത്തോടെ കേൾക്കുകയാണ്. അല്ല, എന്റെ ചോദ്യത്തിൽ ഒരു ദുരർത്ഥവും ഉണ്ടായിരുന്നില്ല ശ്രീ അശോക്. എനിക്കൊരു തർക്ക ഇല്ല. എനിക്കൊരു താല്പര്യം. എന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് കാര്യങ്ങൾ അറിയാനും അറിയിക്കാനുമാണ്. നടന്നു തന്നെ രാവിലെ മുതൽ ചില ആളുകൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, താങ്കൾ ചട്ടം ലംഘിച്ചെങ്കിൽ താങ്കൾ എന്തായാലും തല വെട്ടിക്കളയൂ. ഞാൻ അങ്ങേക്ക് ഒരു കുറ്റപത്രം നൽകാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ചോദ്യം ചോദിച്ചില്ല. അങ്ങ് സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു തുറന്നടിക്കൽ നടത്തുന്ന പശ്ചാത്തലത്തിൽ എന്താണ് ചോദ്യം? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അങ്ങേക്ക് എന്തൊക്കെയോ എവിടെയാണ് തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയിലേക്ക് ഞാൻ അടുത്ത ചോദ്യമായിട്ട് വരാം. ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും അടുത്ത റൗണ്ട് ഒന്നുമില്ല. ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ ചോദിക്കുക, ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഓഫീസിൽ ഞാൻ അവരെ ഒഴിവാക്കാം. എനിക്ക് അതിന് സമയമില്ല. അതുകൊണ്ട് പടച്ചോനെ, ഇത് പുലിവാലാവൂലോ? ഇത് പുലിവാലാവും.